നിറഞ്ഞ് നിൽക്കുന്ന ഈ വേദിയിലും എൻ്റെ മുന്നിലുമുള്ള പ്രിയപ്പെട്ടവർ, ഒന്നൊരുക്കുമവിടത്തിലെന്തിനൊരു പൂച്ച, ഹംസനിവഹങ്ങളാൽ നിന്നിടും നളിനീങ്കൽ, എന്തിനൊരു കാക്ക വന്നു നിവസിപ്പത്, നല്ല നല്ല വിരുധാളി ചേർന്നഴകഴുന്നൊരു സഭയിൽ, എന്തിനാണൊന്നും ഒട്ടുമറിയാത്ത ഞാൻ അഹഹ വന്നുവെന്നു മമ സംശയം. മറ്റൊന്നുകൊണ്ടും ആവില്ല. ഒരുപക്ഷെ ആ സൗഹൃദം ജീവിച്ചിരുന്ന കാലത്ത് പരമേശ്വരന്മാരാരുമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചങ്ങാത്തത്തെ ഓർത്തുകൊണ്ടാകാം അനുസ്മരണ പ്രഭാഷണം എന്നൊരു നിയോഗം ഭാഗ്യവശാൽ എൻ്റെ ശിരസിലേക്ക് എത്തിച്ചേർന്നത്. അളവറ്റ സന്തോഷമുണ്ട്, കടപ്പാടുമുണ്ട്. പരമേശ്വരേട്ടനെ ഒന്ന് സ്മരിക്കാൻ, വാക്കുകൾ കൊണ്ടെങ്കിലും പൂജിക്കാൻ അവസരം ലഭിക്കുക എന്നത് തന്നെ ഒരു പരമമായ പുണ്യമായി എനിക്ക് തോന്നുന്നു. ദീർഘിപ്പിക്കുന്നില്ല, പക്ഷേ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൗതുകം തോന്നുന്ന ഒരു കഥ സ്മരിക്കട്ടെ. നേരത്തെ സൂചിപ്പിച്ച ഷഷ്ടിപൂർത്തി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം കാലടി വെച്ച് നടന്ന ഒരു ചടങ്ങിൽ വീരശൃംഖല സമർപ്പിക്കുന്നത് രാമൻകുട്ടി നായരാശാൻ. അദ്ദേഹം അന്ന് നിർവഹിച്ചൊരു പ്രസംഗം ഇപ്പോഴും ഞാൻ ഓർമ്മിക്കാറുണ്ടെന്ന് മാത്രമല്ല പലപ്പോഴും ഉദ്ധരിക്കാറുമുണ്ട്. ഞാൻ ചങ്ങല കെട്ടിച്ചപ്പോൾ നിങ്ങൾ നോക്കിയോ, അവൻ്റെ മുഖത്തൊരു കുറുമ്പ്. ഞാൻ ഇരുന്ന് സംസാരിച്ചോട്ടെ, എനിക്ക് ഈ ചൂടിൽ നിൽക്കാൻ ചെറിയ പ്രയാസം എന്തോ. അവൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയോ, ഒരു കുറുമ്പ്. ഈ കുറുമ്പ് കലാകാരന്മാർക്ക് വേണം എന്ന് തുടങ്ങി പരമേശ്വരേട്ടൻ്റെ കലാമണ്ഡലം ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും രാമൻകുട്ടി നായർ പറഞ്ഞ കുറേ വാക്കുകളുണ്ട്. ഇവൻ പറഞ്ഞുത്രേ, ആശാൻ തന്നെ വേണം, ഇവൻ എന്നൊന്നും പറയാൻ പാടില്ല, പരമേശ്വരന്മാരാ എന്നൊക്കെ പറയണം. പക്ഷേ കലാമണ്ഡലത്തിൽ പഠിക്കാൻ വന്നു വിടു അവൻ തന്നെ പറയുക, അവൻ അന്നുണ്ട് കുറുമ്പ്. ഞാൻ വാർഡനെയും നല്ല തല്ലുകൊണ്ടിട്ടുണ്ടാവും കുറുമ്പ് കാണിച്ചപ്പോഴേ. കലാമണ്ഡലത്തിൽ ചേരാൻ വരുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറയാറുണ്ട്, ഇവിടെ തല്ലുണ്ട് എന്ന്. ആ തല്ലിയ കൈ കൊണ്ട് തന്നെ ചങ്ങല കെട്ടിക്കിടന്ന് അവൻ്റെ ആ കുറുമ്പ് നോക്കൂ. ആരാണ് വീരശൃംഖല സമർപ്പിക്കേണ്ടതെന്ന് പരമേശ്വരനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഉത്തരേ, രാമൻകുട്ടി നായർ മതി. നോക്കൂ അവന്റെ കുറുമ്പ്. അയ്യോ, ആ വാക്കുകൾ മറക്കില്ല. ആ നിർമ്മലമായ ഒരു ശിഷ്യവാത്സല്യവും സമാന്തരമായി പരമേശ്വരന്മാരാർ എന്ന് നമ്മൾ ഇന്ന് ആദരപൂർവ്വം സ്മരിക്കുന്ന ആ വലിയ മനീഷിയുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു സൂക്ഷ്മതയും വിശകലനം ചെയ്യുന്നൊരു വാക്യമായിരുന്നു രാമൻകുട്ടി നായരാശാന്റെ ആ പരിചയപ്പെടുത്തുന്ന പ്രഭാഷണം എന്ന കാര്യത്തിൽ തർക്കമില്ല. കുറുമ്പ്, വാശിയായിരുന്നു. അദ്ദേഹം 67 വയസ്സിലെങ്ങാണ്ടാണ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, മരിക്കുന്നത്. പക്ഷെ വാർദ്ധക്യം അദ്ദേഹത്തെ ബാധിച്ചിട്ടേയില്ല. പൊട്ടുന്ന അവസാന ചിത്രം വരെ നമുക്ക് ഓർമ്മയുണ്ട്. കറുത്ത തലമുടിയായിരിക്കും. തൊട്ടടുത്ത് വലത്തുഭാഗത്തോ ഇടതുഭാഗത്തോ പറക്കാട് തങ്കപ്പന്മാരൊക്കെ നരച്ച തലമുടിയായി നിന്ന് പൊട്ടുമ്പോ യൗവനം നിറഞ്ഞു നിൽക്കുന്ന രൂപപ്രൗഢിയോടുകൂടിയേ പരമേശ്വരേട്ടൻ കൊട്ടിയിട്ടുള്ളൂ എന്നത് നമ്മുടെയൊക്കെ ഓർമ്മയാണ്. ഈ യൗവനത്തെ കുറിച്ച് മാത്രമല്ല ആ അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത, മനസ്സുകൊണ്ടും ചെറുപ്പമായിരുന്നു. പഞ്ചവാദ്യം പോലെ സമസ്ത കലകളെയും സ്നേഹിക്കുന്നു എന്നത് അവസാനിക്കുന്നില്ല. തൊട്ട് മുമ്പ് നാരായണൻകുട്ടിയായിട്ട് സംസാരിക്കുകയായിരുന്നു. രസകരമായ കഥ. ഇപ്പൊ ലോക ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ച കാലമാണല്ലോ. ഇന്ന് കളിയുണ്ട്. രാത്രി 12 മണിക്ക് കളി കഴിഞ്ഞ്
ഞാൻ ഇവിടുന്ന് ഒരു പഞ്ചവാദ്യത്തിന് കോങ്ങാടെത്തണം. ഉറങ്ങിയിട്ടെത്താൻ പറ്റുന്നതോ തോന്നണില്ല. തീരെ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നാളെ പഞ്ചവാദ്യത്തിന് ഞാൻ പോണില്ല, അത്രേ ഉള്ളൂ. കളി ഒഴിവാക്കുന്ന വിഷയമില്ല. ഇതായിരുന്നു പരമേശ്വരന്മാരുടെ ഒരു പ്രകൃതി. കളിയെയും സമസ്ത കലകളെയും സ്നേഹിക്കുക.